കൊല്ലത്ത് പുതിയ KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. KSRTC സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്യാരേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഒരിക്കലെങ്കിലും എത്തിയിട്ടുള്ള യാത്രക്കാരുടെ ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തകർന്നു വീഴാറായ പഴയ കെട്ടിടത്തിന് പകരം പുതിയതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി KV ഗണേഷ് കുമാർ നിർവഹിച്ചു. ഞാൻ വന്നപ്പോൾ മുകേഷ് പറഞ്ഞു നമുക്ക് കൊല്ലത്തെ ബസ് സ്റ്റാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞു. നമ്മൾ അന്ന് മുതൽ ഞങ്ങളൊരു പരിശ്രമം ആരംഭിച്ചു. മനോഹരമായ ഒരു രൂപകൽപ്പന ചെയ്യണം. അതിൽ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ സൗകര്യങ്ങളുണ്ടാകും. കേരളത്തിലെ ഏതാണ്ട് ചരിത്രത്തിൽ ഏറ്റവും അധികം ബസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിലവിൽ ഗ്യാരേജ് നിൽക്കുന്ന സ്ഥലത്ത് 15 കോടി രൂപ ചിലവഴിച്ച് 4 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. 5 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും 10 കോടി രൂപ ബജറ്റ് വിഹിതവുമാണ്. ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കിട്ടാനില്ല. അപ്പോൾ അതിമനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാകണം കൊല്ലത്തിൻ്റെ മുഖമുദ്ര. പല സന്ദർഭങ്ങളിലും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോയി. ബസ് ടെർമിനൽ പൂർത്തിയാകുമ്പോൾ നിലവിലെ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നിടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവ നിർമ്മിക്കും. പരിപാടിയിൽ KSRTC CMD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. മീഡിയ 1 കൊല്ലം.